Moving into a time of looking at the Word of God. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് തുടർന്ന് കേൾക്കുവാൻ പോവുകയാണല്ലോ. Like we were reminded already in worship, and we don't need to be reminded, but we all know we are living in momentous times. നമ്മൾ ഈ ആരാധനയ്ക്കിടയിൽ കേട്ടതുപോലെ തന്നെ നമ്മൾ വളരെ പ്രതികൂലമായ ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. We are going through times which are going to be very pivotal in our lives. നമ്മുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് നാം ഇപ്പോൾ തരണം ചെയ്യുന്നത്. There is COVID on one side, which we don't know what's going to happen. We really don't know. No one seems to know. ഒരു വശത്ത് കോവിഡ് മഹാമാരിയുടെ പിടിയിൽ നമ്മൾ വീണുപോകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. Right now, as I speak and Brother Stalin translates, the future of our state is being decided for the next 5 years. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണചക്രം ആര് തിരിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഏറ്റവും നിർണായകമായ ഫലങ്ങൾ പുറത്തു വരുന്ന സമയമാണല്ലോ ഇത്. In times like this, it is so important for us to look to God and know His heart and His mind. ഇത്തരം ദശാസന്ധികളില് നാം ദൈവത്തിലേക്ക് നോക്കി അവനിലേക്ക് നാം ചെന്നാണ് ഈ ഉത്തരം തേടേണ്ടത്. In the last couple of months, I have actually been speaking in the Hindi congregation on the topic of prayer. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ നമ്മുടെ ഹിന്ദി സഭയില് പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. I speak once a month, and in this once a month, time, I have been speaking about prayer for the last 2 months. കഴിഞ്ഞ 2 മാസമായിട്ട്, അത് മാസത്തിൽ ഒരു തവണയേ ഉള്ളൂ കുടിവരവ്. അവിടെ ഞാൻ പ്രാർത്ഥനയാണ് വിഷയമായിട്ട് അവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട്. No, they meet every week, but I speak once a month. അവര് എല്ലാ മാസവും ഉണ്ടെങ്കിലും ഞാൻ മാസത്തിൽ ഒരിക്കലാണ് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത്. And so my message today is actually part of the message, or has been provoked by the message I spoke to the Hindi congregation, and because I'm going to speak almost the same message. അപ്പൊ ഇന്ന് ഞാൻ പങ്കുവെക്കുന്ന ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച കാര്യം ഏതാണ്ട് ഹിന്ദിയിലെ ആ സഭയുമായിട്ട് ഞാൻ പങ്കുവെച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. And for those in Hindi congregation who may be listening to translation, this is a repetition and it's good for them. ഒരുപക്ഷെ ഹിന്ദി സഭയിലെ സഹോദരങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇന്ന് തന്നെ കേൾക്കുമ്പോൾ ഇതൊരു ആവർത്തനമായി തോന്നിയേക്കാം. പക്ഷെ എങ്കിലും ഒന്നുകൂടി കേൾക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. So let's look at the way Jesus taught us. അപ്പൊ പ്രാർത്ഥനയെ സംബന്ധിച്ച് കർത്താവ് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. I won't be looking at the whole prayer today. Today I'm just going to look at one sentence. കർത്താവിന്റെ പ്രാർത്ഥനയില് മുഴുവൻ പ്രാർത്ഥനയിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. So let's pray let's ask the Lord for His help, even as we are going to look at the prayer He taught us. അവൻ നമ്മെ പഠിപ്പിച്ചതായ പ്രാർത്ഥനയിലേക്ക് നാം ആഴമേറിയ ഒരു പഠനത്തിനായിട്ട് കടന്നു ചെല്ലുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് ചെന്ന് അവരോട് നമുക്ക് പ്രാർത്ഥനയാല് നമുക്ക് വേണ്ട ജ്ഞാനം തരുന്നതിനായിട്ട് നമുക്ക് യാചിക്കാം. Father, we pray that you would help us this morning as we look at this passage. സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ ഈ തിരുവചന ഭാഗം ഞങ്ങള് പ്രത്യേക ശ്രദ്ധയോടെ നിരീക്ഷിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. Holy Spirit, will you please write these things in our hearts? പരിശുദ്ധാത്മാവേ,
ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കണമേ. so that Jesus will be honored and glorified even through our prayers. അതുവഴി ഞങ്ങളുടെ പ്രാർത്ഥനയിലും യേശുക്രിസ്തു മഹത്വപ്പെടുമാറാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. That Father, Son, and Holy Spirit will be honored through our lives. ഞങ്ങളുടെ ജീവിതത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മഹത്വപ്പെടുമാറാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കും. So open our eyes, Lord. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Now, the passage I'm going to be looking at in the next 2-3 weeks is Matthew chapter 6, verse 9 to 13. ഇനി വരുന്ന 2-3 ആഴ്ചകളിൽ നമ്മൾ പരിശോധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളായിരിക്കും. Now, this is Jesus teaching them how to pray in the middle of a whole series of other teachings. മറ്റൊരുപാട് കാര്യങ്ങൾ തന്റെ ശിഷ്യരെ പഠിപ്പിക്കുന്നതിനിടയിൽ കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഇവിടെ. I'm not going to go into all of this, what is coming, what comes before and what comes after. ഞാന് ഇതിന് മുന്നിലും ഇതിന് പുറകിലുമായിട്ട് വരുന്ന പല കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിലേക്ക് ഒന്നും ഇന്ന് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. But I'll just mention a couple of things. ചില കാര്യങ്ങൾ എന്നാലും ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. Jesus said our prayers is not to impress other people. That is not why we pray. നമ്മുടെ പ്രാർത്ഥനകള് മറ്റുള്ളവരിൽ നമ്മളെ കുറിച്ച് മതിപ്പുണ്ടാക്കാൻ വേണ്ടി ആവരുത്. We don't pray because we are not supposed to pray because someone will ask us, did you pray? Or someone would say, oh, he's a man of prayer, she's a woman of prayer. Oh, she's a very prayer warrior. These are not the reasons we are supposed to pray. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം ഒരിക്കലും മറ്റുള്ളവരെ കൊണ്ട് ആ മനുഷ്യൻ ആ സഹോദരൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, ഭയങ്കര പ്രാർത്ഥനാപരമുള്ള ആളാണ്, അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ആവരുത്. Because Jesus here very clearly says that you're supposed to go in secret and pray to your Father. കർത്താവ് പറയുന്നു രഹസ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന്. Some of you may say that is prayer always supposed to be personal and only for myself? Oh, I'm going to talk about it. Just we'll come to that soon. ഇക്കാര്യത്തെ കുറിച്ച് ഞാൻ ഉടൻ തന്നെ അതിലേക്ക് കടക്കുന്നതായിരിക്കും. See, sometimes we tend to think we think that because we pray the same words more and more, and we repeat the prayers again and again, God is somehow pleased because we have prayed a lot. ചിലപ്പോൾ നമ്മളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ചില കാര്യങ്ങള് ഒരു ആവർത്തന സ്വഭാവത്തോടു കൂടി ദൈവസന്നിധിയിൽ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ട് ദൈവം പ്രസാദിക്കുമെന്ന് ചിലരൊക്കെ ധരിച്ചു പോകാറുണ്ട്. Or we try to impress God with a flowery language and God is not impressed by any of this. ചിലരുടെ ധാരണ വളരെ മനോഹരമായ ആലങ്കാരിക ഭാഷ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ദൈവം പ്രസാദിക്കുമെന്നാണ്. അങ്ങനെയല്ല. I'm not saying we should not think about what we pray. We need to give real thought and pray, and that is why Jesus gave us this pattern that we can think about it and pray in a proper way. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ഒരു ധാരണ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഇവിടെ യേശുക്രിസ്തുവും നാം എങ്ങനെയാണ് ഒരു മാതൃകാപരമായ ഒരു പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ നമുക്കത് തരാൻ യേശു ശ്രമിക്കുന്നത്. When Jesus says, you don't use amazing flowery words, he's not saying let your prayer just be on the spur of the moment. No. When you study the prayers in the Bible, we find that people really thought through what they prayed and it was full of substance. നമ്മള് ആലങ്കാരികമായ ഭാഷ ഉപയോഗിക്കരുത് എന്ന് യേശു പറയുന്നതിന് നമ്മള് പെട്ടെന്ന് ഉളവാകുന്ന കാരണങ്ങളായിരിക്കണം പ്രാർത്ഥന എന്ന് മാത്രമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നാം ബൈബിളിൽ തന്നെ കാണുന്നു ദൈവദാസന്മാര് വളരെ ആലോചിച്ച്
വളരെ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ടും അവര് പ്രാർത്ഥനയില് ഉച്ചിരിക്കുന്നതായിട്ട് കാണുന്ന ഉദാഹരണങ്ങളുണ്ടല്ലോ. But also we see in Romans 8, sometimes the most deepest prayers may not even be words, it may be groanings, too deep for words to declare. എന്നാല് റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും വാക്കുകൾ തന്നെ ആവണമെന്നില്ല, അല്ലാതെ നമ്മുടെ നിലവിളികൾ പോലും പ്രാർത്ഥനകളായിട്ട് ഭവിക്കും. So we move to the prayer now, because I don't want to look at the initial introductory words. Let's move into this particular prayer in Matthew chapter 6 verse 9 to 13, and I'll ask Brother Stalin to read it in Malayalam. നമുക്ക് അതുകൊണ്ട് നേരെ ഈ പ്രാർത്ഥനയിലേക്ക് തന്നെ ഒന്ന് പോകാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. A very short, not a very long prayer, but a very short prayer Jesus tells here. ഇവിടെ നാം കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന എന്ന് പറയുന്നതിന് ഒട്ടും തന്നെ ഒരു ദൈർഘ്യമേ ഇല്ല. വളരെ സംക്ഷിപ്തമായ, വളരെ ചെറിയ ഒരു പ്രാർത്ഥന. In Matthew, in the Gospel of Matthew, in this passage we'll see that Jesus tells them, pray then in this way. It seems like a pattern is giving them. ഇവിടെ ഈ മത്തായിയുടെ സുവിശേഷത്തില് കർത്താവ് ഇങ്ങനെ എടുത്തു പറയുകയാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. ഒരു മാതൃക നമുക്ക് ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ കർത്താവ് പറഞ്ഞു തരും. When I was growing up, and I think many of us, when we are growing up, whether you're from Christian backgrounds or non-Christian backgrounds, we studied in Christian schools, we would have said this prayer many times every day in the schools and at homes. നമ്മളുടെ കുട്ടിക്കാലം തൊട്ട് തന്നെ നാം ഓർത്ത് നോക്കണം, ഒരു ക്രിസ്ത്യാനികളായാലും അല്ലാത്ത പശ്ചാത്തലമുള്ളവരായാലും നമ്മൾ പഠിച്ച സ്കൂളുകളിൽ തന്നെ നിരവധി തവണ ഈ പ്രാർത്ഥനകൾ ഉരുവിട്ട് നാം കേട്ടിട്ടുള്ളവരാണ്. But was it given to be prayed repetitively? The passage, previous verses say that Jesus himself said, don't repeat simply. It's not, that's not useful. That's not the way God wants you to pray. So I do not believe Jesus gave this passage to be simply repeated every day, morning, noon, and night. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ പ്രാർത്ഥന ഇതുപോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഇങ്ങനെ ആവർത്തിക്കണമെന്ന് കർത്താവ് ഒരിക്കലും ഉദ്ദേശിച്ചില്ല. കാരണം അതിന് മുന്നേ തന്നെ കർത്താവ് പറയുന്നുണ്ട്, വെറുതെ നമ്മള് ഒരു ഉരുവിടലുകളായിട്ട് പ്രാർത്ഥനകൾ മാറരുത്. അപ്പൊ ആ അർത്ഥത്തില് ഇതേ മട്ടില് നമ്മൾ എപ്പോഴും ആവർത്തിക്കണമെന്നല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. But we can see this as a pattern, as a way in which we need to pray. പക്ഷെ ഇവിടെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ക്രമമുണ്ട്, അതിനൊരു തുടക്കവും അതിനൊരു ഒടുക്കവും കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അവിടെ ഇതിനകത്ത് നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. I want to mention to most of you know this, but I want to mention that in the book of Luke, it is presented as the disciples came to Jesus and asked him, teach us to pray, and that is how Jesus taught them the prayer. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ശിഷ്യന്മാർ അങ്ങോട്ട് ചെന്ന് കർത്താവെ ഞങ്ങളെ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് അവരെ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. There are some differences in the book of Matthew and the book of Luke, and I'm not going to get into any of those differences, but I just want to mention that the prayer in Luke is a little smaller and it misses some of the parts that are there in Matthew. ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങളിൽ ഈ പ്രാർത്ഥനയ്ക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ പ്രാർത്ഥനയ്ക്ക് അല്പം കൂടി ദൈർഘ്യം കുറവാണ് ഇതിന് മത്തായിയുടെ സുവിശേഷത്തിലെ ഈ പ്രാർത്ഥനയ്ക്ക്. So let's look at what is prayer.
അപ്പൊ എന്താണ് പ്രാർത്ഥന അതൊന്ന് നോക്കാം നമുക്ക്. And I'm not even going to describe what is prayer. I'm just going to mention a few things because my whole message is just on this passage. എന്താണ് പ്രാർത്ഥന എന്ന് ഞാൻ നിങ്ങളെ ഒരു വലിയൊരു വിശദീകരണം തരാനല്ല പോകുന്നത്, മറിച്ച് ഈ ദൈവവചന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. In the Bible, many words are used for prayer. Confession, petition, agreement, intercession, praise, thanksgiving, listening, adoration. I mean, so many words. You don't need to, know. I mean, you know most of these words. ഈ പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് പ്രാർത്ഥന എന്നുള്ള വാക്കിനെ പല തരത്തില് ബൈബിളില് പറഞ്ഞിരിക്കുന്നതായിട്ട് നാം കാണാം. അതിനെ യാചന, അപേക്ഷ, ദൈവവുമായിട്ട് ഏകാന്തതയിൽ അവന്റെ സ്വരം കേൾക്കുവാനായിട്ട് ഇരിക്കുക, നിശബ്ദതയിൽ അവനായിട്ട് കാതോർക്കുക, അങ്ങനെ പലതരത്തില് ഈ പ്രാർത്ഥനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. And there are many examples of amazing prayers in the Bible, and it would be so necessary and good for all of us to study these so that because God gave these prayers in the Bible, that we can learn from how godly people prayed. അതുപോലെ ഈ ദൈവദാസന്മാര് പ്രാർത്ഥിച്ചതിൻ്റെതായ അവരുടെ മാതൃകകൾ നമുക്ക് നിരവധിയായിട്ട് ഈ ബൈബിൾ ഉടനീളം നമുക്ക് ലഭ്യമാണ്. I'm not going to go into any of that this morning. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ഇന്ന് രാവിലെ ഞാൻ കടന്നു പോകുന്നില്ല. But right now we are caught up in the middle of, as I mentioned at the beginning, difficult times. പക്ഷേ ഇപ്പോൾ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മള് വളരെ പ്രതികൂലമായ ഒരു സാഹചര്യം തരണം ചെയ്യുകയാണ് ഓരോരുത്തരും. Some of us listening to this message may say, but I've gone through more difficult times. Maybe we went through the death of other people, of our own family. Maybe some of us may have gone through some wars or difficult times like that. But whatever personally we've gone through, when we look at the whole world combined, it's very rarely we have come across such issues, such situations, except for World War I and World War II. The world has never come to a place like this. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ ചിലർക്കെങ്കിലും മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവാം, ഇതിനേക്കാളും വലിയ ദുരിതത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളതാണ്, എന്റെ പല പ്രിയപ്പെട്ടവരും എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ തന്നെ പല ദുരിതങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഒരുപക്ഷെ പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ലോകം ഒന്നാകെ ഒരു മഹാവ്യാധിയുടെ പിടിയിൽപ്പെട്ട് മുഴുവൻ മനുഷ്യരും ഒരുപോലെ പ്രതിസന്ധിയില് ദുരിതത്തിലായിരിക്കുന്ന ഒരു അപൂർവമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതൊരു പക്ഷേ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മാത്രമേ അങ്ങനെ ഒന്ന് ലോകം മുഴുവൻ ഒരുമിച്ച് ഒരു ദുരിതത്തിൽപ്പെട്ടതായിട്ട് പറയാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കുകയുള്ളൂ. In the middle of all of this, maybe we remember words like, and people's hearts are full of fear. The word of God says that. Or, it's going to be a time like the Lord Jesus said, times are going to come which is going to be terrible. So we may remember words like this. ഒരു പക്ഷേ ഈ സമയത്ത് നാം പലരും നമ്മെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പലതും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് അന്ത്യകാലം വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം, പലരും പലതരം ദുരിതങ്ങൾ നാം നേരിടേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങളും നാം പലരും ഇപ്പോൾ ഓർത്തു പോകാൻ ഇടയുള്ള ഒരു സാഹചര്യമാണ്. But what concerns me about my life and other people's lives is this. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തെ കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ചും എനിക്ക് ഭാരമുളവാക്കുന്ന എന്താണെന്ന് വെച്ചാൽ, we are not praying as we ought to. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന തരത്തില് ബൈബിൾ പറഞ്ഞിരിക്കുന്ന തരത്തില് ഒരു പ്രാർത്ഥനയിലേക്ക് നമുക്ക് ആർക്കും ആ ഒരു നിലവാരത്തിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കുള്ള ഭാരം. Yes, some of us, because of people who are close to us, we are forced to pray. We are running to God to pray. But I challenge myself before I say this to all of you. Are we praying as much as we should? ഒരുപക്ഷെ ഈ സാഹചര്യങ്ങള് പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഓടി കയറി ചെല്ലാൻ നമ്മളെ പ്രേരിപ്പിക്കുമെങ്കിലും
ഞാൻ എന്നെ കൂടി ചേർത്ത് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിധം അത്രയും ആ ഗൗരവം നാം പ്രാർത്ഥനയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? Or have we accepted the COVID situation and all the other situations we're going through? This too will pass, no problem, we will get through. Are we so untouched by what is happening around, or are we not understood the calling upon our lives? അതോ ഈ കോവിഡും മറ്റേത് നമ്മൾ അനുഭവിക്കുന്നതായ ദുരിതവും ഒക്കെ കടന്നങ്ങ് പോകും, അതിനപ്പുറത്തേക്കൊന്നും ഒരു ഭാരവും ഇല്ലാതെ, അതൊന്നും നമ്മളെ ലെവലേശം പോലും നമുക്ക് ഒരു ചലനം ഉണ്ടാക്കാതെ ആണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നാം ഒന്ന് ശോധന ചെയ്യണം. You see, these are things that have provoked me to look at prayer and looked at this passage, and I'm just going to share a few of these thoughts to you. എന്നെ മതിച്ച ഇത്തരം ചിന്തകളാണ് ഇന്ന് നിങ്ങളോട് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് ആവട്ടെ പങ്കുവെക്കണം എന്ന് ഞാൻ എന്നെ അങ്ങനെ തീരുമാനത്തിന് എന്നെ പ്രേരിപ്പിച്ചത് കാര്യം. Because when I look at the Old Testament, and I'm not going to share those verses this week, but next week or next week after that I may share it. God is surprised when people whom he has called, when they see a calamity, that they are not praying. പഴയ നിയമത്തിലേക്ക് തന്നെ നാം കടന്നു ചെന്നാൽ അതിലേക്ക് വിശദമായിട്ട് ഇപ്പൊ പോകുന്നില്ല, അടുത്ത ആഴ്ചകളിൽ കിടക്കും. എങ്കിലും ഞാൻ പറയട്ടെ, അവിടെ നാം കാണുന്ന ഒരു കാര്യം, ഇത്തരം പ്രകൃതി ദുരന്തങ്ങള്, രോഗവ്യാധികള്, മഹാമാരികളൊക്കെ പിടിച്ചുലയ്ക്കുമ്പോൾ ഒരു മനുഷ്യരും പ്രാർത്ഥനയ്ക്കായിട്ട് ജാഗ്രതയോടെ ദൈവസന്നിധിയിലേക്ക് ഓടി ചെല്ലുന്നത് കാണാത്തത് കണ്ട് ദൈവം വിസ്മയിക്കുകയാണ്. And it says in the scripture, and the Holy One was surprised. I mean, God cannot be surprised at everything. He knows everything. But those words are used to convey to us that we are supposed to be praying. We are supposed to be intercessors. We are supposed to stand in the gap. And the fact that we have not understood that we are supposed to do that is a surprise to God. That God is amazed that we can be so callous. We can become so unmoved. ഇടിവിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടവരായ നമ്മെ ആ സ്ഥാനത്ത് കാണാതെ വരുമ്പോൾ ദൈവം തന്നെ അത്ഭുതപ്പെടുകയാണ്. ഈ ജനത്തിന് എന്ത് പറ്റി എന്നുള്ളത്, എത്രമാത്രം നമ്മൾ ഈ കാര്യത്തിൽ നമുക്കൊരു മരവിപ്പ് ബാധിച്ചിരിക്കുന്നുവോ എന്ന് തന്നെ തോന്നിപ്പോകുന്നു. So it is, as I've been studying this prayer, it has begun to work some things in me. I'm not saying everything has happened, some things, and I'm being provoked to pray a bit more for certain situations and for his will, and we will study this the next 3 weeks. അങ്ങനെ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുകയും ഇതിലൂടെ കടന്നു പോവുകയും ചെയ്തപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും കടന്നു പോകുന്നില്ലെങ്കിൽ ചില കാര്യങ്ങളിലെങ്കിലും എനിക്ക് ഉടനടി ഒരു മാറ്റം വരുത്തണം, കുറച്ചുകൂടി നാം ജാഗ്രത കാട്ടുന്നവരാകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വരുന്ന ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് കൂടുതലായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. Now I want to look, when we look at this prayer, we have this prayer can be divided into different parts. നമ്മൾ ഈ കർത്താവ് നമ്മെ പഠിപ്പിച്ചതായി ഈ പ്രാർത്ഥനയിലേക്ക് നോക്കുമ്പോൾ ഇതിനെ പല ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതിനെ വേർതിരിക്കാൻ സാധിക്കും. First of all, there is a salutation or an address to the Father. അതിന്റെ തുടക്കം തന്നെ ഒരു അഭിവാദ്യമാണ്, ഒരു അഭിസംബോധന ചെയ്യുകയാണ്. സ്വർഗസ്ഥനായ പിതാവേ, പിതാവേ എന്നുള്ള ആ വിളി, ഞങ്ങളുടെ പിതാവേ എന്നുള്ള വിളി. And then there is 3 petitions that are 3 prayer requests that are Godward. That is God's name, God's kingdom, God's will. പിന്നീട് നാം കാണുന്നത് ദൈവത്തെ മുൻനിർത്തി ദൈവസംബന്ധമായ 3 യാചനകളാണ്. അതായത് ദൈവഹിതം, ദൈവരാജ്യം, ദൈവനാമം എന്ന 3 കാര്യങ്ങൾ അവിടെ യാചിക്കുകയാണ്. Then there are 3 petitions or requests for us, and it talks about daily bread, it talks about relationships and forgiveness, and it talks about protection and temptation. പിന്നീട് മനുഷ്യ സംബന്ധമായ 3 കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടുന്ന അന്നന്നത്തേക്ക് വേണ്ടുന്ന ആഹാരം, അതുപോലെ പ്രലോഭനങ്ങളിൽ നിന്ന് നമുക്കുള്ള സംരക്ഷണം, അതുപോലെ
മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പരസ്പര ബന്ധം, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളെ കുറിച്ചുള്ള ആവശ്യമാണ് അവിടെ രണ്ടാമതായിട്ട് കാണുന്നത്. And then there is a postscript that acknowledging God's lordship, which is not there in the book of Luke. അതിനുശേഷം ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു ഭാഗം കൂടി കാണുന്നു, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാണല്ലോ എന്നുള്ളത്. അത് പക്ഷെ ലൂക്കായുടെ സുവിശേഷത്തിൽ അത് നമുക്ക് കാണുന്നില്ല. Okay, so now we are going to look at the first part, the salutation or the address. Our Father who is in heaven. നമ്മൾ ഇന്ന് ആദ്യ ഭാഗം, അതായത് ആ ദൈവത്തെ വിളിക്കുന്ന, അഭിസംബോധന ചെയ്യുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് നാം പങ്കുവയ്ക്കുന്നത്. When we write a letter to someone, if someone reads that letter, they will be able to make out whether the person who was writing and the person to whom it is written, what type of a relationship they had. When they read the salutation, they can make out. നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു കത്ത് എഴുതുമ്പോൾ, ആ കത്ത് വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് അത് എഴുതിയ ആളും വായിക്കുന്ന ആളും തമ്മിലുള്ള ബന്ധം നമുക്ക് അവിടെ വെളിപ്പെടുന്ന തരത്തിലായിരിക്കും അത് തുടങ്ങുന്നത്. Sometimes a letter starts with respected sir, which we know is a very officious. They may not know the person, they may know the person, but the letter comes in a very official manner. ബഹുമാനപ്പെട്ട സാർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കത്ത് തുടങ്ങുന്നതെങ്കിൽ അത് കാണുമ്പോഴേ അറിയാം ഇവര് തമ്മില് വളരെ ഔദ്യോഗികമായ ഒരു ബന്ധമേ ഉള്ളൂ, അല്ലാതെ വ്യക്തിപരമായ ഒരു ബന്ധമോ ഒന്നും ഇല്ല. നമുക്ക് അവിടെ ക്ലിയർ ആണ്. There are some letters that start with to whomsoever it may concern. We know that whoever is reading that letter has no relationship to the person from whom who wrote it. ചില കത്തുകളാണെന്നുണ്ടെങ്കിൽ ഇത് ആർക്കും ഇത് ബാധകമാണെന്നുള്ള തരത്തിലാണ് അത് എഴുതുന്നത്. കാരണം ഈ എഴുതുന്ന ആൾക്കറിയത്തില്ല ഇത് ആരൊക്കെ ഇത് കാണും, അപ്പൊ ആരൊക്കെ ഇത് കാണുന്നോ അവരറിയുവാൻ എന്നുള്ള തരത്തിലാണ് അത് തുടങ്ങുന്നത്. Sometimes you have a letter saying dear so and so. ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോ പ്രിയപ്പെട്ട ഇന്നാര് എന്നുള്ള തരത്തിലായിരിക്കും നമ്മള്. But some letters will say, oh my dearest son, or my dearest darling, or sweetheart, or I don't know whatever word you use. ചിലപ്പോൾ നമ്മൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ അല്ലെ മകളെ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ, അങ്ങനെ ആ തരത്തില് നമ്മള് വളരെ അടുപ്പം പുലർത്തുന്ന വാക്കുകൾ ഉപയോഗിക്കണം. So the salutation in a way makes it very clear the relationship we have with the person. അപ്പൊ നമ്മള് ഒരാളെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ എങ്ങനെ വിളിക്കുന്നു എന്നുള്ളതിൽ കൂടെ തന്നെ അവര് തമ്മിലുള്ള ആ അടുപ്പം അവിടെ വെളിപ്പെടുത്തും. Now I'm going to look at just this phrase, our Father which art in heaven. ഞാൻ ഇന്ന് നോക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ ഒരു പ്രയോഗമാണ് ഇന്ന് ഞാൻ നോക്കുന്നത്. And in that I'm going to look at these three parts. First one is the word our. ഈ പറഞ്ഞ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതില് ഞങ്ങളുടെ എന്നുള്ള ആ ഒരു പദം മാത്രമാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. The second part that I'm going to look at is Father. രണ്ടാമതായിട്ട് പിതാവേ എന്നുള്ള ആ പദം. The third part, which art in heaven, who is in heaven. മൂന്നാമതായിട്ട് സ്വർഗസ്ഥനായ എന്നുള്ള ആ വാക്ക്. Now let's look at this phrase a little more closely. നമുക്ക് ഒന്നുകൂടി ആഴത്തിൽ ഒന്ന് പരിശോധിക്കാം. So when you pray usually, how do you address God? Usually, Sadharana, how do you address God? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്? Do you say my Father or our Father? എന്റെ പിതാവേ എന്നാണോ ഞങ്ങളുടെ പിതാവേ എന്നാണോ? It's very interesting that Jesus actually says
when you pray, pray our Father. ശ്രദ്ധിക്കുക, ഇവിടെ യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവേ എന്ന് വേണം വിളിക്കുവാൻ. I wonder why he said that. Why didn't he tell the disciples, when you pray, pray, oh my Father? എന്നെ പലപ്പോഴും കുഴയ്ക്കുന്ന ഒരു കാര്യമായിരുന്നു, എന്തിനാണ് കർത്താവ് അങ്ങനെ എന്റെ പിതാവേ എന്ന് പറയാതെ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുവാൻ ശിഷ്യരോട് ആവശ്യപ്പെട്ടത്? See, right at the beginning, the Lord is making it clear that we do not come to the Father individually or in an individualistic manner. തുടക്കത്തിൽ തന്നെ കർത്താവ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുവാൻ ഇവിടെ ശ്രമിക്കുകയാണ്. കാരണം നമ്മൾ ആരും നമ്മുടേതായ സ്വന്തം കപ്പാസിറ്റിയിലല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്, മറിച്ച് ഒരു കൂട്ടായ്മയായിട്ടാണ് നാം വരേണ്ടത്. I come to God acknowledging that I'm part of a family of believers. ഒരു വിശ്വാസികളുടെ കൂട്ടായ്മയുടെ ആ കുടുംബത്തിന്റെ അംഗമാണ് എന്നുള്ള ബോധ്യത്തോടാണ് ദൈവസന്നിധിയിലേക്ക് നാം വരേണ്ടത്. I do not come to the Father in heaven just for myself. I have a perspective that is, much wider, because I realize in the heart of the Father, he cares for all of his children, and I become part of that requesting. എന്റെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമായിട്ട്, അല്ല എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രമായിട്ട് ദൈവസന്നിധിയിലേക്ക് വരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ഞാനായിരിക്കുന്ന ആ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസികളുടെ മുഴുവൻ കുടുംബത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ എല്ലാം ഏകതയോടുകൂടി ആ മനസ്സുകളെല്ലാം ഒന്നു ചേർന്ന ഒരു മനോഭാവത്തോടു കൂടി എല്ലാവർക്കും വേണ്ടി ദൈവം നിലകൊള്ളുന്നു എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ വേണം നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ. When I come and pray, I come with and for my brothers and sisters. ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളോടൊപ്പം, സഹോദരങ്ങൾക്ക് വേണ്ടി, അവർക്കായിട്ടാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നത്, എനിക്ക് മാത്രമല്ല. This is where the whole concept of intercessors, praying for one another, lifting up one another, becomes very relevant, particularly in a time like this where a lot of people are suffering and we need to stand with one another. ഇവിടെയാണ് ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രസക്തി ഏറുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തില് എല്ലാവരും പരസ്പരം താങ്ങുകളായിട്ട്, പരസ്പരം താങ്ങുന്നവരായിട്ട്, പ്രാർത്ഥനയിലും ഒക്കെ ഒരുപോലെ വന്ന് എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുന്നവരായി തീരുന്നതിന്റെ ആ ഒരു ആവശ്യകത നമുക്ക് ഇപ്പോൾ ബോധ്യമാണ്. We know the story of Abraham in Genesis chapter 18, where God tells him about what he's going to do. It's very interesting. I'm going to destroy Sodom. And first of all, God says, shall I hide from Abraham? No, I'm going to tell him. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തില് അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നത് പോലെ അബ്രഹാം ദൈവത്തോട് ആവശ്യപ്പെടുന്നു. സോതോമിനെ നശിപ്പിക്കാൻ പോകുമ്പോൾ ആ മുഴുവൻ സോതോമിനുമായിട്ട് വാദിക്കുകയാണ് അവിടെ അബ്രഹാം, എല്ലാവർക്കും വേണ്ടി വാദിക്കുന്നു. It's very interesting. Why does God tell Abraham that he's going to destroy Sodom? എന്തിനാണ് ദൈവം ഞാൻ ഈ സോദം നശിപ്പിക്കാൻ പോവുകയാണെന്ന് ഈ അബ്രഹാമിനോട് പറയേണ്ട കാര്യം? Was it simply to sit and talk with one another like we usually do when we discover a new truth in the scriptures? Oh, God is going to do this, God is going to do that, this is going to happen, that's going to happen. Is it simply to tickle our senses, to talk to one another? Is that why God reveals things to us? ദൈവം എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തരുത്? ചുമ്മാ നമുക്ക് അത് ഒരു കൊച്ചു വർത്താനം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണോ? അതിലൂടെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? You see, it's very interesting that God told him this thing, and immediately after God told him, Abraham begins to intercede for them.
അവിടെ ദൈവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മധ്യസ്ഥനാവുക എന്നുള്ള തരത്തിൽ തന്നെയാണ് ദൈവം അവിടെ അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത്. Abraham begins to pray immediately. ഉടൻ Abraham തന്നെ begins to intercede. Abraham begins to argue with God. ഉടൻ തന്നെ എബ്രഹാം അവിടെ പ്രാർത്ഥനയിലേക്ക് തിരിയുന്നു, അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് യാചിക്കുന്നു. You see, because Abraham knew the heart of God, and because Abraham was a friend of God. അപ്പൊ ആ ഒരു ധൈര്യം എങ്ങനെയാണ് എബ്രഹാമിന് ഉണ്ടായത്? കാരണം ദൈവത്തിന്റെ ഹൃദയം അത് എത്ര കരുണാസമ്പന്നമാണെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. അബ്രഹാം ദൈവത്തിന്റെ സുഹൃത്തുമായി. You see, if you go through the story of Abraham, you'll find that the kings of Sodom had actually captured Lot and his relatives earlier on, and he had to fight them and deliver Lot out of that. നമ്മൾ ഈ തിരുവെഴുത്തുകൾ നോക്കുമ്പോൾ തന്നെ നേരത്തെ തന്നെ ഈ സോദോമിന്റെ ഭരണാധികാരികള് ലോത്തിനെ, തന്റെ സഹോദരൻ ലോത്തിനെ പിടികൂടുന്നതും അവിടുന്ന് ലോത്തിനെ വിടുവിച്ചതുമായ അബ്രഹാം എങ്ങനെ വിടുവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നതാണ്. So if God had come and told us, those people who took away your people, I'm going to destroy them, I wonder how most of us would have reacted. We would have said, wicked people, they need to be destroyed. അപ്പൊ അങ്ങനെ തന്റെ സഹോദരനെ നശിപ്പിച്ച ഒരു ജനതയെ മുഴുവൻ ദൈവം തന്നെ നേരിട്ട് വന്ന് ഒന്നടങ്കം നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പോലുള്ള ആളുകളെ ഒരുപക്ഷെ അവിടെ സന്തോഷിച്ചാൽ, എന്റെ ശത്രുക്കളെ, എന്റെ സഹോദരന്റെ ശത്രുക്കളെയാണ് ദൈവം ഇല്ലായ്മ ചെയ്യുന്നതെന്ന് ഓർത്ത് നാം സന്തോഷിച്ചേനെ. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എബ്രഹാം അവർക്ക് വേണ്ടി വാദിക്കുന്നു. The interesting thing is, even though Lot was delivered out of those people, he went later and settled in the same group. ഇതേ ലോത്തിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി അവിടുന്ന് കടത്തിക്കൊണ്ട് പോയി അവരിൽ നിന്ന് വിടുവിച്ചുവെങ്കിലും പിന്നീട് നാം കാണുന്ന രസകരമായ കാര്യമായി അദ്ദേഹം അവിടെ തന്നെ അവരുടെ മധ്യ തന്നെ സ്ഥിരതാമസമാക്കുന്നതാണ്. Because he was enticed by the riches of the world and what the world could give, what the wonderful land like Goshen of Egypt. എന്താണ് കാരണം? എന്താണ് ലോത്തിനെ അതിന് പ്രേരിപ്പിച്ചത്? ആ ലോകത്തിന്റെ പ്രൗഢിയിലും ധനത്തിലും ലോത്ത് ആകൃഷ്ടനായി. ഈജിപ്തിലെ ആ സമൃദ്ധിയുടെ ഒരു അനുഭവം അവിടെ ലോത്തിന് സംഭവിച്ചു. അവിടെ അതിൽ വീണുപോയി. In the book of Amos, it says the Lord God does nothing till he tells his prophets, his servants. book of Amos, book of Amos. ആമോസിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, where the Lord, whenever he does anything, he tells his prophets beforehand. അവിടെ ദൈവം എന്തെങ്കിലും താൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ തന്റെ പ്രവാചകരെ അത് അറിയിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കും. Why does God do that? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്റെ പ്രവാചകരിലൂടെ ദൈവം നൽകുന്നത്? It is not for them to know. It is not just for them to have some information. It is so that people can pray. അങ്ങനെ ഒരു മുന്നറിയിപ്പ് പ്രവാചകരിലൂടെ കൊടുക്കുന്നതിനുള്ള കാരണം ചുമ്മാ അവരെ മുന്നേ അറിയിച്ചിരിക്കാം എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവരെ സന്നിഹിതരാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. You see, God has placed all of us in different places. നോക്കൂ, നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോരോ ഇടങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നത് ഇതേ കാരണങ്ങളാൽ തന്നെയാണ്. We are the salt and we are the light. നമ്മളാണ് ഈ ഭൂമിയുടെ ഉപ്പും പ്രകാശവും. Maybe you are the only one who believes. ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ മാത്രമായിരിക്കാം ഒരു വിശ്വാസി. But when Noah came out, he was the reason, because he believed, he was able to save his whole household. ആ പെട്ടകത്തിൽ നിന്ന് നോവ പുറത്തേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നോവ വിചാരിച്ചിരുന്നത് തന്റെ ആ കുടുംബം മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് ആണ്. എന്നാൽ അതിലൂടെ ഒരു വലിയൊരു രക്ഷപ്പെടുത്തലിന്റെ കഥയാണ് ഉണ്ടാവുന്നത്. When Rahab was delivered, when Rahab believed in the city of Jericho, when the people of Israel went against Jericho, there was a lady there called Rahab. In the city of Jericho, there was a lady called Rahab. Hello? Stalin brother?
Have I lost Alan? There was a lady called Rahab in the city of Jericho. ജെറിക്കോയിലെ രാഹാബിന്റെ കഥ നമ്മൾക്കറിയാം. Because she believed her whole household was saved. അവൾ വിശ്വസിച്ചതുകൊണ്ട് അവളുടെ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെട്ടു. I was talking to Reggie from Vellore yesterday, and he was saying how, we were talking about this issue and how God showed Anupama that, this whole thing of with Noah, his family was saved, with Rahab, a household was saved, but with Apostle Paul, 276 people who are on the boat were saved just because of Apostle Paul. ഇവിടെ ഞാൻ ഇന്നലെ വെല്ലൂരുള്ള ഡോക്ടർ റെജിയുമായിട്ട് ഇത് കാര്യങ്ങൾ പങ്കുവെക്കുമായിരുന്നു. രാഹാബ് എങ്ങനെയാണ് ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടത്. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് ആ കപ്പലിൽ ഉണ്ടായിരുന്ന അത്രയും ആളുകളെ അവരുടെ രക്ഷയ്ക്ക് എങ്ങനെ ഒരു നിമിത്തമായി തീർന്നുള്ള കാര്യം ഞങ്ങൾ പങ്കുവെച്ചു. This is in Acts chapter 27. അപ്പോസ്തല പ്രവൃത്തികള് 27-ാം അധ്യായം. So just because Paul was on that ship, all the 276 people who were on the ship were saved. പൗലോസ് ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു ഒറ്റ കാരണത്താല് ആ കപ്പലിൽ ഉണ്ടായിരുന്ന 276 പേരും രക്ഷപ്പെട്ടു. You see, when we are in a particular place, it is not just for ourselves, but it is for others also. God puts us in place that others also may be saved through us, through our presence, through our prayer. ഇടങ്ങളിൽ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് അവിടെ നമുക്ക് ചുറ്റിനുമുള്ള ആ ആളുകളുടെ ആവശ്യങ്ങളിൽ കൂടി ഉപകാരപ്പെടുവാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം ഒരു പ്രത്യേക സ്ഥാനത്താക്കിയിരിക്കുന്നത്. If God has put us in Kollam or whichever town you are in, those who are hearing, it is because God wants you to be someone who stands in the gap in your prayer and say, Our Father. When you say Our Father, it's not just for you. It is for all those God has put you in charge of. എന്നെ ഇന്ന് കേൾക്കുന്നവരായ നിങ്ങൾ കൊല്ലത്തായിക്കൊള്ളട്ടെ, മറ്റെവിടെയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അവിടെ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ ഞങ്ങളിൽ പെടുന്നത് കൊല്ലത്തുള്ളവരാണ്. കൊല്ലത്തുള്ള മുഴുവൻ ആളുകളും അതിൽ വരുന്നു. നിങ്ങളായിരിക്കുന്നിടത്തുള്ള മുഴുവൻ ആളുകളെയും അവിടെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. I showed the example of Paul because I wanted you to know that even those who do not belong to the family of God can be saved because you stand faithfully in a place and you are standing in the gap. ഞാൻ ആ പൗലോസിന്റെ ഉദാഹരണം പറയാൻ കാരണം ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആരും വിശ്വാസികളല്ല. അതേപോലെ നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾക്ക് ചുറ്റിനുമുള്ള അവിശ്വാസികളായ ആളുകളെ കൂടി നമ്മളുടെ ആ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നു. Our Father, actually encompasses much more than we can imagine or think. The word our. ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ ഞങ്ങളുടെ എന്നുള്ളതിനകത്ത് ഉൾക്കൊള്ളുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ സാമാന്യ ബുദ്ധിയില് കൊണ്ട് മനസ്സിലാക്കുന്നതിനും അപ്പുറത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത്, മർമ്മങ്ങൾ അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കി. You see, just this week I got a song sent to me on the WhatsApp by a friend of mine, and the song said, "Someone is praying for you." എനിക്ക് വാട്സപ്പിലൂടെ എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് എനിക്ക് അയച്ചു തന്നു. അവിടെ ഇതിൽ പറയാണ്, നിങ്ങൾക്ക് വേണ്ടി എവിടെയോ ഇരുന്ന് ഒരുവൻ പ്രാർത്ഥിക്കുന്നു. You see, when you stand in the gap for others, remember, when all of us begin to do this, we will make a network of people who are supporting, because we begin to see that our prayer is not just for ourselves, but for others. So even as you pray for others, others will be praying for you. Oh, that we will catch this vision. നോക്കാം, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റൊരു കൂട്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന അവിടെ ആ പ്രാർത്ഥനയുടെ ഒരു വലിയ ശൃംഖല തന്നെ അവിടെ ഉണ്ടാകുകയും മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ
ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഇടയാകും. See, in this prayer, Jesus doesn't use a singular pronoun even once. He doesn't say, give me, forgive me, lead me. He doesn't say that. Every request is us, 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 us. കർത്താവ് പഠിപ്പിച്ചതായി ഈ പ്രാർത്ഥനയിൽ എങ്ങും തന്നെ നമുക്ക് എനിക്ക് തരണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, അങ്ങനെ എനിക്ക് എന്നുള്ള ഒരു സ്വയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കില്ല, മറിച്ച് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളോട് എന്നുള്ള ആ ഒരു പ്രയോഗമാണ്, മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളുന്നതായ ഒരു പ്രയോഗമാണ് അവിടെ കർത്താവ് നടത്തിയിട്ടുള്ളത്. And it is so important that I and all of us who are listening, we begin to capture this humbly before God and say, Father, praying is much more than just me taking care of myself. It is me being a vessel. It's me being a channel to bless many, 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 many others. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ച് തരുവണമെന്ന് മറ്റുള്ള ദൈവസന്നിധിയിലായിരിക്കുന്നല്ല, മറിച്ച് മറ്റുള്ള അനേകർക്കായിട്ട് നാം ഒരു അനുഗ്രഹ പാത്രമായി മാറുന്നതിന്, അവരിലേക്ക് ദൈവത്തിന്റെ അത്ഭുതം കടന്നു ചെല്ലുന്നതിന് ഉപാധിയായി മാറുന്നതിനുള്ള ഒരു വലിയൊരു അവസരമാണ്. And when we begin to pray like this, it's such an encouragement, because we begin to realize there are so many others. There is a network of people. There are people standing for one another, and we will all be praying. And all of you know this, when you've gone through difficulties, how much others prayed for you. നമ്മൾ ഇങ്ങനെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാകുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, അനേകര് ഇതേമാതിരി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ഫലം നാം അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിൻ്റെതായ ഒരു നിറവും നമുക്ക് അപ്പോൾ ലഭിക്കും. The second word I'm looking at, the second part is our Father. ഇനി ഞങ്ങളുടെ എന്നുള്ളത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പിതാവേ, ആ പിതാവേ എന്നുള്ള ആ ഒരു സംബോധന ആണ് ഞാൻ ഇനി പരിശോധിക്കുന്നത്. Now, we need to ask ourselves, do I see God as my Father? Or is it simply because Father, Son and Holy Spirit, therefore we say our Father? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ശരിക്കും ദൈവത്തെ പിതാവേ നമ്മുടെ സ്വന്തം അപ്പനെ കാണുന്നത് പോലെ, ആ അപ്പനെ വിളിക്കുന്ന പോലെ ആ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്? അതോ ബൈബിളിൽ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞത് കൊണ്ട് പിതാവേ എന്ന് വിളിക്കുന്നതേ ഉള്ളോ? അതിനകത്തൊരു വലിയ ഒരു ആത്മീയ ബന്ധം അതിനകത്ത് വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. It is an absolute essential that we begin to understand our Father as a loving heavenly Father if you want your prayer to be effective. നമ്മുടെ പ്രാർത്ഥനകള് എത്രയെങ്കിലും അതിനെന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അതിനൊരു ഫലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വർഗീയ പിതാവിനെ, സ്വർഗസ്വനായ പിതാവെ എന്ന് നാം വിളിക്കുന്നിടത്ത് ആ വലിയൊരു ബന്ധം അവരിൽ ഉണ്ടാവണം. അതിനകത്ത് ആ വിളിയിൽ ആ ആത്മാർത്ഥമായ ഒരു വിളി ആയിരിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കണം. To explain this, I'll tell a short story that happened that Deep and I witnessed around 32 years back. ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് ഞാനൊരു കഥ പറയാം. അത് എനിക്കും ദീപയ്ക്കും ഏതാണ്ട് 32 വർഷങ്ങൾക്ക് മുമ്പ് അനുഭവത്തിൽ വന്നൊരു കാര്യമാണ്. Soon after our wedding, we joined an organization. To be part of that organization, we went to a training. വിവാഹത്തിന് ശേഷം ഞങ്ങൾ ഒരു സംഘടനയുടെ ഭാഗമായി ഒരു പരിശീലന ക്യാമ്പിൽ ഞങ്ങൾ പങ്കെടുത്തു. And we were there for 3 months in that training. അത് 3 മാസ കാലയളവുള്ള ഒരു പരിശീലന ക്യാമ്പായിരുന്നു. And there was a young man, and he was from a city in North India. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു യുവാവും അതിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. And he basically refused to use the word Father in his prayer. ഈ മനുഷ്യൻ തന്റെ പ്രാർത്ഥനയില് പിതാവേ എന്ന് ഉച്ചരിക്കുന്നതിന് വിസമ്മതിച്ചിരുന്നു എപ്പോഴും. And when teachers called him, they found and talked to him, they found out that his father was a terrible man who tortured him in his childhood, because after his mother died, the father married a second time,
And then the father started torturing this boy. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങളുടെ അവിടുത്തെ ടീച്ചേഴ്സും എല്ലാം ഇത് പരിശോധിച്ചപ്പോൾ മനസ്സിലായത്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ പിതാവ് വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ഒരു മാതാവിന്റെ മരണത്തിന് ശേഷം ഒരു 2ാം വിവാഹം കഴിക്കുകയും അതിനുശേഷം ഈ യുവാവിന് ഏറെ പീഡനങ്ങൾ ആ പിതാവിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിരുന്നു. And so for him, he could never pray, "Our Father," because for him the word father meant someone who's terrible, who is cruel, who doesn't care for you. അപ്പൊ ആ യുവാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവേ എന്ന് ആ പിതാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്രൂരത എന്നായിരുന്നു, അതിന്റെ പര്യായമായിരുന്നു. കാരണം തന്റെ പിതാവ് തന്നോട് അങ്ങനെയാണ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അയാൾക്ക് മനസ്സനുവദിച്ചില്ല. But praise God, during a time of prayer and ministry, God himself ministered to him and gave him a revelation of the father heart of God, and he came out of that. ദൈവത്തിന് സ്തോത്രം. കാരണം ആ പ്രാർത്ഥനയുടെ പരിശീലന ക്യാമ്പിനിടയിൽ തന്നെ ദൈവം തന്നെ അവനെ വെളിപ്പെടുത്തി, അവനുണ്ടായ വെളിപ്പാടിലൂടെ ദൈവത്തിന്റെ ആ ഒരു പിതൃഹൃദയത്തിന്റെ ആ ഒരു ആഴം അവന് മനസ്സിലാകാനുള്ള തിരിച്ചറിവ് ദൈവം തന്നെ കൊടുക്കുകയും അവരെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. The reason I told this story is, for many of us, we haven't truly understood that our Father is such a loving, amazingly forgiving, amazingly caring, amazingly protecting, amazingly providing. We haven't understood this. So even in our prayer time, it's almost like we are coming to someone who we are not sure whether he is willing to answer us and talk to us and give us what we ask. അപ്പം അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മിൽ പലർക്കും ഈ പിതാവായ നമ്മുടെ ദൈവം എത്രമാത്രം നമ്മെ അളവില്ലാതെ സ്നേഹിക്കുന്നവരാണ്, നമ്മെ എത്രമാത്രം നമ്മളോട് അളവില്ലാതെ ക്ഷമിക്കുന്നവനാണ്, എത്രമാത്രം നമ്മളെ സംരക്ഷിക്കുന്നവനാണ്, എത്രമാത്രം നമ്മെ കരുതുന്നവനാണ് എന്നുള്ള അതിന്റെ ഒരു വലിയ ഉത്തമമായ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. Sometimes we are not very open to share our heart and talk to God like someone who loves us. പലപ്പോഴും നമുക്ക് സംഭവിച്ചു പോകുന്നത്, നമ്മുടെ ഹൃദയം തുറന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ് ദൈവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയം അവന്റെ സന്നിധിയിൽ തുറക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. When I was growing up, I was not someone who actually shared all my thoughts to other people. എന്റെ ചെറുപ്പകാലത്ത് എനിക്കും എന്റെ ചിന്തകളോ എന്റെ ആശങ്കകളും ഒന്നും മറ്റുള്ളവരോട് എനിക്ക് ഒരിക്കലും പങ്കുവയ്ക്കാൻ പലപ്പോഴും സാധിച്ചിരുന്നില്ല. And I think even now I still struggle in some areas. വാസ്തവം പറഞ്ഞാൽ ഇപ്പോഴും ചില ഇടങ്ങളിൽ, എന്റെ ജീവിതത്തിന്റെ ചില ഇടങ്ങളിൽ ഇപ്പോഴും എനിക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നില്ല. But one of the breakthroughs I got was when I was reading a book called The Father Heart of God by a man of God called Floyd McClung. ഫ്ലോയ്ഡ് മക്ലൻ എഴുതിയ ദൈവത്തിന്റെ പിതൃഹൃദയം എന്ന പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കുറെ വിടുതല് എനിക്ക് ഈ കാര്യത്തിൽ ലഭിച്ചു. As a young 25-year-old pastor, I read this book and I was able to open up my heart for the first time and talk to God like a young child will talk to the Father. I still remember that time in Panchkari when it happened to me. 25 വയസ്സുള്ള ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ, ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ അന്ന് ആ പുസ്തകം വായിച്ച് എനിക്ക് അവിടെ ആ ദൈവത്തിന്റെ ആ പിതൃ സ്നേഹ നിർഭരമായ ആ ഹൃദയം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ എത്രമാത്രം ഒരു അടുപ്പത്തോടെ എന്റെ ഹൃദയം അവന്റെ മുന്നിൽ എനിക്ക് തുറക്കുവാൻ സാധിച്ചു എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു. We need to have a greater understanding and a greater revelation of how amazingly loving, how amazingly forgiving, how amazingly caring our God is when we pray. Otherwise, our prayers itself, we ourselves will cancel out our prayer because of a lack of faith. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ട്. എത്രമാത്രം അവൻ നമ്മളെ അളവില്ലാതെ സ്നേഹിക്കുന്നു, എത്രമാത്രം അവൻ നമ്മളെ ക്ഷമിക്കുന്നു, എത്രമാത്രം അവൻ നമ്മളെ കാക്കുന്നു. ആ ദൈവത്തിന്റെ ആ അളവില്ലാത്ത ആ സ്നേഹവും ആ ക്ഷമയും ഇതെല്ലാം അതിനെക്കുറിച്ച് ഭയങ്കരമായ ഒരു ഉൾബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ
നമ്മുടെ പ്രാർത്ഥനകളിൽ ഫലം കായ്ക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ പ്രാർത്ഥനകളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മിൽ ഉണ്ടായിപ്പോകും. We need to begin to let the word of God train us to understand that our Father loves us with an everlasting love. നമ്മള് ദൈവവചനം കൂടുതലായിട്ട് ആഴത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ പിതാവായ ദൈവത്തിന് നമ്മളോടുള്ള ആ സവിശേഷമായ ആ സ്നേഹം, അതിന്റെ ആഴം, അവന്റെ പാപക്ഷമ, അവന്റെ ക്ഷമ എത്രമാത്രം ഉണ്ടെന്നൊക്കെയുള്ള നമുക്ക് അനുഭവവേദ്യമാകും. Because unless we understand this, we would be, when we go to God in prayer, we are still perplexed. We are still, we still are maybe going in unbelief, and therefore our prayers is not very effective. കാരണം ഇത് മനസ്സിലാക്കാത്തിടത്തോളം നാം എത്രമാത്രം ദൈവസന്നിധിയില് പ്രാർത്ഥനയ്ക്കായിട്ട് ചിലവിട്ടാലും നമ്മുടെ ചിന്തകൾ തന്നെ നമ്മുടെ പ്രാർത്ഥനകളെ പരാജയപ്പെടുത്തുന്ന ഒരിടത്തേക്ക് ആയിരിക്കും നാം ചെന്നെത്തുക. കാരണം നമുക്ക് ദൈവം എത്രമാത്രം നമ്മളോട് സ്നേഹം വെച്ച് പുലർത്തുന്നു, ക്ഷമിക്കുന്നവനാണെന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത്ര ആത്മവിശ്വാസം പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തിന്റെ മുന്നിൽ കാണിക്കുവാൻ സാധിക്കുന്നു. Apostle Paul went through difficult times. It was sometimes he didn't understand what he was going through. പൗലോസ് അപ്പോസ്തലന്റെ കാര്യം എടുത്താല് തന്റെ ജീവിതത്തിലൂടെ ഭയങ്കര പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ എന്തുകൊണ്ടാണെന്ന് പോലും അദ്ദേഹത്തിന് പലതും മനസ്സിലായിട്ടില്ലായിരുന്നു. He says in 2 Corinthians 4 verse 8, perplexed but not despairing, meaning he is confused. Why is it happening? But yet he doesn't let go because he knows who his God is. 2 കൊരിന്ത്യർ 4:8 വാക്യത്തില് ഒക്കെ പൗലോസിന്റെ ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവാത്ത സാഹചര്യത്തിലും എങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. At times when he just could not face the difficulties, he asked God, and God says, "Don't worry, Paul, my grace is sufficient for you." അവിടെ അത്രമാത്രം പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ ദൈവം പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. And because Paul knew who his father was, അപ്പോ പിതാവായ ദൈവം, തന്റെ പിതാവ് ആരാണ് എന്ന്, ആ ദൈവം ആരാണെന്നുള്ള അവന്റെ വലിപ്പം പൗലോസിന് അറിയാമായിരുന്നത് കൊണ്ട് he could say in Romans 8, if God is for us, who can be against us? അതുകൊണ്ട് തന്നെ ഇതേ പൗലോസ് റോമക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തില് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് പ്രതികൂലം എന്ന് ചോദിക്കുവാനുള്ള ധൈര്യം അവിടെ. And the things that are against it, he gives a list of all the things that comes against it. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിട്ടുള്ളതിന്റെ ഒരു പട്ടിക തന്നിട്ട് അതിനെതിരെ നിൽക്കുന്നതിനുള്ള ത്രാണി അങ്ങനെയാണ് പൗലോസ് കണ്ടെത്തുന്നത്. He even talks about death as an enemy. അവിടെ മരണത്തെയും ഒരു ശത്രുവായിട്ടാണ് അവിടെ പൗലോസ് നമ്മളോട്. But at the end he says nothing can separate, because he knew his father. He knew the love of the Father, and he says, Christ Jesus, who is at the right hand, he is praying for us. Hallelujah. എന്നാൽ ഒന്നിനും ദൈവസ്നേഹത്തിൽ തന്നെ അകറ്റാൻ സാധിക്കില്ല എന്ന് പൗലോസ് അവിടെ ആ തിരിച്ചറിവ് നമ്മളോട് അവിടെ പങ്കുവയ്ക്കുന്നു. കാരണം ദൈവത്തിന്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശുവിനെ അന്നേ പൗലോസിന് വെളിപ്പെട്ടിട്ടുണ്ട്. And so our response, when we begin to truly understand who our Father is, we have confidence, we have rest, we have peace. Even when we go through the most difficult times, we can go into the presence of Father and be refreshed and strengthened. അപ്പൊ നമ്മുടെ ഈ എത്ര വലിയ ദൈവത്തിന്റെ ഈ സ്നേഹം, അതിന്റെ ആഴം, ആ പിതാവ് എന്നുള്ള വെളിയിൽ അടങ്ങിയിരിക്കുന്ന ആ സത്ത നമുക്ക് മനസ്സിലായി കഴിഞ്ഞാല് പൗലോസിന് മനസ്സിലായതുപോലെ, അത് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് പൗലോസിന് ആ പ്രതിസന്ധികൾ ഉറച്ചു നിൽക്കാൻ എന്ന മാതിരി അത് നമുക്ക് എന്ന് വെളിപ്പെട്ട് അത് മനസ്സിലാകുന്നു, അന്ന് നമുക്ക് കൂടുതൽ വിശ്വാസത്തോടെ, കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ധൈര്യത്തോടെ, കൂടുതൽ അടുപ്പത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാനും നമുക്ക് പ്രാർത്ഥനയിൽ ഉച്ചരിക്കുവാനും സാധിക്കും. And the third thing in this salutation is we looked at ours, we looked at Father, and the third phrase I want to look at is which art in heaven. നമ്മളിപ്പോ ഈ 3 വാക്കുകൾ ഉള്ളതിനകത്ത് 2 കാര്യങ്ങൾ ഈ സംബോധനയിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഒന്ന് ഞങ്ങളുടെ പിതാവേ എന്നുള്ള, രണ്ടാമത്. മൂന്നാമത് സ്വർഗസ്ഥനായ
അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. So what is, there are many things. I'll just quickly go through it. We are people who have a heavenly calling. So we've been called from heaven. When we say which art in heaven, we are remembering, I'm not, I've got a heavenly calling, a heavenly purpose, a heavenly aim. നമ്മളിവിടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ നമ്മൾ നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടതായ ഒരു കാര്യം, നമുക്കെല്ലാം ഒരു സ്വർഗീയ വിളി നമ്മുടെ മേൽ കിടക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മെ അത് ഓർമ്മിപ്പിക്കും. There is a purpose in my life which is not of this world, a purpose that is eternal in its destiny. ഞാൻ ജീവിക്കുന്നതായി ഈ ജഡലോകത്തിൻ്റെതല്ലാത്ത ഒരു വിളി, അതാണ് എന്നെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ദൈവികമായ വിളി ഉണ്ടെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ആ സംബോധനയിലെ സ്വർഗസ്ഥൻ. Why? എന്തുകൊണ്ടാ? Because my Father is in heaven. My Father is not someone limited to this world. അപ്പൊ ഈ ലോകത്തിന്റെ പരിമിതികളിൽ പെടുന്ന ഒരാളല്ല എന്റെ പിതാവ്, മറിച്ച് ഒരു പരിമിതികളും ഇല്ലാത്തവനായ സ്വർഗസ്ഥനായ പിതാവാണ്, ദൈവമാണ് എന്റെ പിതാവ്. So we have a heavenly calling. അപ്പൊ നമുക്ക് ഒരു സ്വർഗീയമായ വിളിയിലെ ഉടമകളാണ് നാം. Secondly, we have a heavenly perspective. അതുപോലെ എന്തിനോട് നമുക്ക് അതുകൊണ്ട് തന്നെ സ്വർഗീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നാം സമീപിക്കണം. We see both in the story of Isaiah and in the story of John that when situations were going terrible, God gives them a vision of heaven to understand the reality. യെശയ്യാ പ്രവാചകനിലൂടെയും അതുപോലെ യോഹന്നാന്റെ കാര്യത്തിലുമൊക്കെ അവര് വളരെ പ്രതികൂലതകൾ നേരിട്ട സന്ദർഭങ്ങളിൽ സ്വർഗം അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നാം കാണുന്നു. In the year the king Uzziah died, Isaiah was in the temple, and what God, everything seemed to be going terrible. That is because King Uzziah was a very good king and he had died. So what is going to happen in the future? രാജാവ് മരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന് കിട്ടുന്ന ആ ഒരു ദർശനം അത് നമ്മൾ കാണുന്നു. അവിടെ വളരെ നല്ലൊരു രാജാവിന്റെ അന്ത്യ സമയത്ത് അവിടെ വളരെ പ്രതികൂലങ്ങൾ സംഭവിക്കുന്ന ആ സമയത്ത് ദൈവം യെശയ്യായ്ക്ക് ആ ദർശനങ്ങൾ കൊടുക്കുന്നു. Why is he giving him that vision? എന്തുകൊണ്ടാണ് ഈ പ്രവാചകന് ദൈവം അവിടെ ദർശനം കൊടുക്കുന്നത്? Because God wants to show him, I am on the throne and I've got work to do. It is not the things on earth that determine your future. I who reign in the heaven, I determine what needs to happen on the world. എന്റെ കാരണം എന്ന് പറഞ്ഞാല് ഈ ഭൗതികമായ കാര്യങ്ങൾ അല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ഞാനാണ്, സ്വർഗസ്ഥനായ പിതാവായ എന്റെ ദൈവമാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ഇത് എന്റെ നിയന്ത്രണത്തിൽ പെടുന്ന കാര്യങ്ങളാണ് എന്ന് ആ വെളിപ്പാട് അവിടെ പ്രവാചകന് ദൈവം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. In the book of Revelation, the same thing happens. John is on that island of Patmos, but God gives him a vision and shows him, and he gives him this revelation, which is for us also, even today, to show us the end of the world is not in what happens in this world, but has been determined by God. പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാന് കൊടുക്കുന്ന ആ ദർശനം, വെളിപ്പാട് പുസ്തകം നാം കാണുന്ന അത് നമുക്ക് കൂടി വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു ദർശനമാണ് അന്ന് കൊടുത്തത്. ഈ ലോകത്ത് സംഭവിക്കുന്നതൊക്കെയും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും ഈ ലോകത്തിന്റെ അന്ത്യത്തെ കുറിച്ചും എല്ലാം അന്ന് തന്നെ അവിടെ ദർശനമായിട്ട് കൊടുക്കുന്നു. Let's turn to Isaiah chapter 25 verse 1. യെശയ്യാ 25ന്റെ 1-ാം വാക്യം ഒന്ന് നോക്കാം. And it's amazing words, and I just want to read it out. And these are things that saints of old understood. അതൊന്ന് നമുക്കൊന്ന് വായിക്കാവുന്നതാണ്. അത് പഴയ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 25ന്റെ 1. Oh Lord, you are my God. I will exalt you. I will praise your name, for you have done wonderful things. Plans formed long ago with perfect faithfulness. ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. Sometimes when we see things that are happening around, Isaiah had terrible things happening around him, but he understood
God is still in control and God will accomplish the things he has planned. തനിക്ക് ചുറ്റും വളരെ പ്രതികൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് കണ്ട് ഐസായ അതിനകത്ത് പരിഭ്രാന്തനായിരുന്നു. കാരണം തനിക്കറിയാമായിരുന്നു ദൈവം ഇതിന്റെ മുഴുവൻ നിയന്ത്രണം ദൈവത്തിന്റെ കരങ്ങളിലാണ്, എല്ലാം ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിൽ സുഭദ്രമാണെന്നുള്ള ബോധ്യം ഐസായിക്ക് ഉണ്ടായിരുന്നു. So Paul, the word of God in Colossians tells us, if you have been raised up with Christ, set your mind on things above. Colossians 3 verse 1 onwards. കൊലോസ്യർ 3:1 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. We need to have a heavenly perspective. Our perspective should not be just limited to things in this world. അപ്പൊ നമുക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ മാത്രം കണ്ട് കാര്യങ്ങളെ വിലയിരുത്താതെ സ്വർഗീയമായ ഉയരത്തിലുള്ള ആ ലെവലിലേക്ക് നിന്നുകൊണ്ട് മേലിൽ നിന്ന് താഴോട്ട് നോക്കി വേണം നാം കാര്യങ്ങളെ വിലയിരുത്തുവാൻ. Otherwise you won't be able to pray effectively. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയെ വേണ്ട രീതിയിൽ അത് ഒരു ശക്തമായ ഒരു പ്രാർത്ഥനയായിട്ട് അത് മാറുകയില്ല. Just imagine if we did not have the book of Revelation, how would we as Christians pray? നമുക്ക് വെളിപ്പാട് പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നമ്മൾ എങ്ങനെ ക്രിസ്ത്യാനികളെ നാം പ്രാർത്ഥിച്ചേനെന്ന്. We would have been despairing. We would have been wondering, oh Lord, what is going to happen? We would have been without any hope. കാരണം ഈ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാ പ്രതീക്ഷകളും പോയേനെ. കാരണം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ചുറ്റിനും സംഭവിക്കുന്നില്ല. But the book of Revelation has come to show us Jesus is still on the throne. He's going to come. He's going to reign. The bride is getting ready for him to come. And we are going to be with him in heaven. Wherever heaven is going to be, we are going to be with him in heaven. And we have an eternal life with God. എന്നാൽ വെളിപ്പാട് പുസ്തകം ഉള്ളത് കൊണ്ട് നമുക്കറിയാം ദൈവം യേശു സകലത്തിന്റെയും നിയന്താവായിട്ട് ഇരിക്കുന്നു. തന്റെ മണവാട്ടിയെ മണവാളനായിട്ട് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ സാമ്രാജ്യം ഇവിടെ വരുന്നു, അവന്റെ ഭരണം വരാൻ പോകുന്നു എന്നുള്ള ഈ പ്രത്യാശ നമുക്ക് ആ വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകുന്നു. So when we pray, our Father who art in heaven, we realize we have a heavenly calling. ഇപ്പൊ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം നമുക്ക് സ്വർഗീയമായ ഒരു വിളി നമ്മുടെ മേൽ കിടക്കുന്നു എന്നുള്ള ഒരു കാര്യം. We have a heavenly perspective with which we pray. അതുപോലെ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെയും സ്വർഗീയമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഉന്നതമായ ഒരു കാഴ്ച ഉയരത്തിൽ നിന്നുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കുവാൻ. And thirdly, we are a heavenly people. Our future is not connected here. We have another destiny. We are called to be in another place eternally. അതുപോലെ മൂന്നാമതായിട്ട് നാം ഈ ലോകത്തിന്റെ പരിമിതിയിൽ പെട്ടുപോകേണ്ട ആളുകളല്ല. നമുക്ക് ഈ ലോകത്തിനും അപ്പുറത്ത് സ്വർഗീയമായ ഒരു ജീവിതമുണ്ട്. അതിനായിട്ട് അവകാശമുള്ള ജനമാണ് നാം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഇത് തരുന്നു. As I stop, I want to remind you of something else. ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെ ചില കാര്യങ്ങളും കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I already told you about a song. Someone is praying for you. ഞാൻ കുറച്ചു മുമ്പേ മറ്റാരോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു പാട്ടിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. So in that song they say, so when you're going through problems, when you're going through difficulties, remember someone is praying for you and encouraging us that our brothers and sisters and everyone is praying for us. നിങ്ങൾ വേദനയിലൂടെ ദുഃഖത്തിലൂടെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾക്കായിട്ട് എവിടെയോ ഇരുന്ന് മറ്റൊരുവൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ആ പാട്ടിൽ പറയുന്നത്. അത് നമുക്ക് ഏവർക്കും വളരെ ആശ്വാസപ്രദമാകേണ്ടത്. But even beyond that, we need to realize someone is praying for us. പക്ഷെ ഇതിനപ്പുറമായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ് എപ്പോഴും ആരോ എവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വളരെ ബോധ്യം നമുക്കുണ്ടാവണം. Even if everyone in the world has stopped praying for us, someone is praying for us. ഇനി ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിലും മറ്റൊരുവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? And his prayer is always answered, and the one who's praying for us is the Lord Jesus Christ. ആ പ്രാർത്ഥന ഒരിക്കലും നിഷ്ഫലമാകില്ല. കാരണം ആ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു തന്നെയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 1 John 2:1 says we have an intercessor at the right hand of the Father who is interceding for us,
right now. Whatever you're going through, my friend, Jesus is praying for you right now. 1 യോഹന്നാൻ 2:1 പറയുന്നു, നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ ദൈവത്തിന്റെ വലതു ഭാഗത്തിനും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. And in Romans 8, the passage I talked to you about, Paul, when he's talking about all the problems that's coming, he says, Christ Jesus, who was raised, is right now interceding for us. അതിലെ റോമക്കാർക്ക് ലേഖനം 8:34 പറയുന്നു, ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവനായ യേശുക്രിസ്തു ദൈവത്തിന്റെ വലതു ഭാഗത്തിനും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. You see, and therefore the writer of Hebrews says, with confidence we can enter his presence. അതുകൊണ്ട് എബ്രായ ലേഖനം കർത്താവ് ഇങ്ങനെ പറയുന്നു, കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് സ്തുതികളോടും സ്തോത്രത്തോടും കൂടി സന്നിധിയിലേക്ക് കയറി ചെല്ലാം. We can go with confidence into his presence. അവന്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടു കൂടി നമുക്ക് കടന്നു ചെല്ലാമെന്ന് പറയുന്നു. Why? Because we know that our intercessor is right now, our high priest has done the work and he's at the right hand of the Father and he's interceding for us. അപ്പൊ നമുക്ക് ധൈര്യം പകരുന്നത് എന്താണ്? അവിടെ ആ ബോധ്യമാണ്, നമ്മളുടെ മധ്യസ്ഥനായിട്ട് കർത്താവിന്റെ വലതു ഭാഗത്തിരുന്ന് നമ്മളുടെ യേശുനാഥൻ നമുക്കായിട്ട് പക്ഷപാതം ചെയ്യുന്നുള്ള ആ ബോധ്യം, അതാണ് നമുക്ക് ധൈര്യം തരുന്നത്. You see, we are going through difficult times. നമുക്ക് എല്ലാവരും വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. We don't know what the future may hold. ഭാവി എന്താണ് നമുക്ക് കാത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. But together we can go before his Father, in our Father, in prayer. എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂട്ടായിട്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിലേക്ക് ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലാം. Upholding one another, lifting up one another, because we belong to one another. We need one another. നാം ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോരുത്തർക്കും താങ്ങായിട്ട്, പരസ്പരം താങ്ങായിട്ട്, കാരണം നാം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്കെല്ലാം പരസ്പരം താങ്ങുകളായിട്ട് നിന്ന് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തിരിക്കും. And we are going to our Father who so loves us and who is so wanting to hear our prayer and wanting to answer us. He says, if you earthly fathers know how to give gifts, how much more your Father in heaven will answer your prayer. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു ചെല്ലുന്നത് വെറും ഒരു ദൈവത്തിന്റെ അടുത്തല്ല, മറിച്ച് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, നമ്മളോട് എത്രമാത്രം അളവില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നവനായ, നമ്മളോട് എത്രമാത്രം വേണമെങ്കിലും ക്ഷമിക്കുവാൻ മനസ്സുള്ളവനായ, നമ്മളെ കാക്കുന്നവനായ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് നാം പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു ചെല്ലുന്നത്. And when we pray, remember, we are praying not as people of this world, but we have a heavenly calling, heavenly perspective, and we are a heavenly people who are here to do a heavenly work. നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വെറും ഈ ഒരു മനുഷ്യരായിട്ടല്ല നമ്മൾ അവിടെ, വെറും മനുഷ്യരല്ല നമ്മള്, മറിച്ച് സ്വർഗീയ പിതാവിന്റെ വിളി നമ്മുടെ മേൽ കിടക്കുന്നുണ്ട്. അവന്റെ കൃപയുള്ളവരായ ഒരു ജനമായിട്ടാണ് നാം പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു ചെല്ലുന്നത്. And everyone who's hearing this message, remember, there is an intercessor right now praying for you, and his prayer is always answered by the Father. അതുകൊണ്ട് ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം, നിങ്ങൾക്ക് വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു മധ്യസ്ഥൻ, അവന്റെ പ്രാർത്ഥന ഒരിക്കലും നിഷേധിക്കുന്നില്ല. ദൈവം പിതാവ് ഒരിക്കലും നിഷേധിക്കപ്പെടാത്ത ഒരു പ്രാർത്ഥനയാണ് അവന്റെ പ്രാർത്ഥന. നമ്മുടെ യേശുവിന്റെ പ്രാർത്ഥന നമുക്കായിട്ട് എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം നാം ഓർക്കണം. In the weeks to come, we will continue looking at this prayer. വരും ആഴ്ചകളിൽ നാം ഈ പ്രാർത്ഥനയിലൂടെ ബാക്കി ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിരിക്കും. Let's pray right now. Let's commit ourselves to God. ഇപ്പൊ നമുക്ക് പ്രാർത്ഥനയിലെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. Let us thank God for the amazing Father He is. ഇത്രയും സ്നേഹവാനായ, ഇത്രയും അളവില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവായതിന് നമുക്ക് നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം. Let's thank God that we are part of a body where we have the privilege of others praying for us and we have the privilege of praying for them. അതുപോലെ തന്നെ നമുക്ക്
ദൈവസന്നിധിയിൽ കൃതജ്ഞത അർപ്പിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിന്റെ ഭാഗമാണ്. അതുപോലെ മറ്റുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് നാമും. ആ ഒരു കാര്യം, ആ ഒരു ഭാഗ്യം ലഭിച്ചതിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. Let's also pray that our future is not determined by what happens here, but what is determined in heavens. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഭാവി നമുക്കറിയില്ല എങ്കിലും അത് ഇവിടുത്തെ കാര്യങ്ങളല്ല അതിന് നിർണയിക്കുന്നത്, മറിച്ച് സ്വർഗീയമായ തീരുമാനങ്ങളെ നിർണയിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. Father, we want to thank you for the amazing calling upon our lives. പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേലുള്ള അവിടുത്തെ അളവില്ലാത്തതായ വിസ്മയകരമായ ആ ദൈവികമായ വിളിക്കായിട്ട് ഞങ്ങൾ എനിക്ക് നന്ദി പറയും. And we thank you that we are part of this amazing body that you are preparing for the arrival of your son back to this earth. കർത്താവേ, ഇന്ന് അവിടുത്തെ ശരീരമാകുന്ന ഈ സഭയെ ഇന്ന് അങ്ങ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ പുത്രന്റെ രണ്ടാം വരവിന് വേണ്ടിയാണല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. We thank you, Lord God, that we have our brothers and sisters to support us, to strengthen us, to encourage us, to pray for us, to care for us. And we also have the privilege of caring for one another. അതോടൊപ്പം തന്നെ കർത്താവേ, ഇന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കുന്നവരായ, ഞങ്ങളെ സംരക്ഷിക്കുന്നവരായ, ഞങ്ങൾക്ക് വേണ്ട പിന്തുണ തരുന്നവരായ ഒരുപറ്റം സഹോദരങ്ങളെ ഞങ്ങൾക്ക് തന്നതിനായിട്ടും അതുപോലെ മറ്റുള്ളവരെ അതുപോലെ കരുതുന്നതിനായിട്ട് ഞങ്ങൾക്കും ഒരു അവസരം തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. And so, Father, we want to come before you and ask of you that you will teach us, Lord, to pray in this way with faith and thanksgiving, and Lord, that your will may happen on earth as it is in heaven. അതോടൊപ്പം തന്നെ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കേണ്ടത് എവണ്ണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ ഹിതം നിവർത്തിക്കുന്നവരായിട്ട് എങ്ങനെ മാറിത്തീരാമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളെ നീ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Give us a burden to stand in the gap, Lord. കർത്താവെ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ഭാരം ഞങ്ങളുടെ മേൽ തരണം. Help us to pray for those you have put around us, Lord. ഞങ്ങൾക്ക് ചുറ്റിനും നീ തന്നിരിക്കുന്നവരായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നീ തരണം. Help us, O Lord, to carry one another. മറ്റുള്ളവരെ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പേറുന്നവരായിട്ട് ഞങ്ങളെ നീ മാറ്റണമേ. Help us to walk with a heavenly perspective and not just burdened with what is happening around here. ഞങ്ങൾ ചുറ്റിനും നടക്കുന്നതായ, ഞങ്ങൾ അനുഭവിക്കുന്നതായ കാര്യങ്ങളുടെ ഭാരം കൊണ്ട് നടക്കാൻ കഴിയാതെ പോകുന്നവരായിട്ട് മാറാതെ, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിന്റെ അവകാശികളായ, കൂട്ടവകാശികളായ മക്കളാണ് ഞങ്ങളെന്നുള്ള ഉന്നതമായ ബോധ്യം വെച്ച് പുലർത്തിക്കൊണ്ട് ധൈര്യ സമയത്ത് നടക്കുന്നവരായിട്ട് നീ ഞങ്ങളെ മാറ്റണമേ. Help us to encourage those who are burdened, Lord. കർത്താവേ, ഇന്ന് ഭാരത്താൽ വലയുന്ന ആളുകളെ സഹായിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ സമാശ്വസിപ്പിക്കുന്നവരായിട്ട് ഞങ്ങളെ നീ മാറ്റണമേ. Oh, we pray that you will teach us to truly pray. കർത്താവേ, എങ്ങനെയായിരിക്കണം അവിടുത്തെ സന്നിധിയിലേക്ക് വന്ന് സത്യസന്ധമായ ഒരു പ്രാർത്ഥന കഴിക്കേണ്ടതെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ചോദിക്കുന്നു. In Jesus' precious name. യേശുവിന്റെ മൂല്യനാമത്തിൽ തന്നെ. Amen. Amen.